നമസ്കാരം. നമ്മൾ ഇന്ന് ചട്ടമ്പി സ്വാമികൾ എന്ന പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. ഇതിൽ നിന്നും 5 ചോദ്യോത്തരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം: ചട്ടമ്പി സ്വാമികൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ജോലികൾക്ക് പുറമെ അദ്ദേഹത്തിൻ്റെ കൗമാര യൗവന കാലത്ത് മറ്റെന്തെല്ലാം ജോലികൾ ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ കണ്ടത് കുട്ടിക്കാലത്ത് അദ്ദേഹം വീടിന് അടുത്തുള്ള കുറ്റിക്കാടുകളിൽ പോയി പൂക്കൾ പറിച്ചെടുത്ത് അതുകൊണ്ട് പൂമാല കെട്ടി കൊല്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ കൊല്ലൂർ മഠത്തിലെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് താള്, തകര, ചീര എന്നീ ഇലക്കറികൾ കൊണ്ടുപോയി കൊടുക്കും. ഇതെല്ലാം ബാല്യകാലത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ചട്ടമ്പി സ്വാമികൾ ചെയ്തിട്ടുള്ള ചില ജോലികളാണ്. എന്നാൽ എത്തിയതോടുകൂടി സന്യാസിയാകണം എന്ന ആഗ്രഹം ശക്തമായി. പക്ഷേ സന്യാസിയാകണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ച് നടന്നാൽ വയറു നിറയില്ലല്ലോ, കുടുംബം പട്ടിണിയാകും. അപ്പോൾ ഈ പട്ടിണിയെ ഇല്ലാതാക്കാൻ വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മറ്റു ചില ജോലികൾ കൂടി ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കൂലിപ്പണി. താൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സങ്കോചവും ഇല്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പണിയുന്ന സമയത്താണ് കുഞ്ഞൻപിള്ള ചട്ടമ്പി അവരുടെ കൂടെ, പണിക്കാരുടെ കൂടെ അതിലൊരു അംഗമായി ചേർന്ന് സെക്രട്ടേറിയറ്റിൻ്റെ പണികൾക്ക് സഹായിച്ചു. തൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം ഈ സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മണലും സിമന്റും എല്ലാം ചേർക്കാൻ അദ്ദേഹം അവിടെ അന്നുണ്ടായിരുന്ന തൊഴിലാളികളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ അമ്മാവൻ്റെയോ ഇളയച്ചൻ്റെയോ വലിയമ്മയുടെയോ ഒക്കെ മക്കളെ നമ്മൾ അർദ്ധ സഹോദരൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ കൊല്ലൂർ കൃഷ്ണപിള്ള വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ കൂടെ ഭൂതപ്പാണ്ടി എന്ന സ്ഥലത്ത് താമസിച്ച് ആധാരം എഴുതാനാണ് കൊല്ലൂർ കൃഷ്ണപിള്ള അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂലിപ്പണി തൽക്കാലം അവസാനിച്ചു. പിന്നീട് കൃഷ്ണപിള്ളയുടെ കൂടെ അദ്ദേഹം ആധാരം എഴുതാൻ ആരംഭിച്ചു. വളരെ മനോഹരമായ കൈയക്ഷരമായിരുന്നു കുഞ്ഞൻപിള്ള ചട്ടമ്പിയുടേത്. ഇത് കണ്ട ഭൂതപ്പാണ്ടിയിലെ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ തൻ്റെ കൂടെ ആധാരം എഴുതാനായിട്ട് ക്ഷണിച്ചു. ഓരോ ദിവസവും 8 പണമായിരുന്നു കുഞ്ഞൻപിള്ള ചട്ടമ്പിക്ക് പ്രതിഫലം. ഈ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടറുടെ പേര് ഷൺമുഖം സുന്ദരപിള്ള എന്നായിരുന്നു. ഷൺമുഖം സുന്ദരപിള്ള ചട്ടമ്പിയുടെ കൈയക്ഷരം മാത്രമല്ല ശ്രദ്ധിച്ചത്, ചട്ടമ്പിയുടെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ അച്ചടക്കം, വിനയം, ഇതെല്ലാം ഷൺമുഖം സുന്ദരപിള്ളയെ ഒത്തിരി ആകർഷിച്ചു. ആധാരമെഴുത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും കുഞ്ഞന് 8 പണം ദിവസവും കൊടുക്കണമെന്ന് അദ്ദേഹം അവിടെയുള്ളവരെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഇങ്ങനെ ആധാരം എഴുതിയാലും ഇല്ലെങ്കിലും കുഞ്ഞന് ഓരോ ദിവസവും 8 പണം വീതം കിട്ടും എന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ആധാരമെഴുത്ത് അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു ജോലിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി പലരും അവിടെ ജോലി ചെയ്തിരുന്നു. എല്ലാവർക്കും എല്ലാ ദിവസവും ആധാരം എഴുതാൻ കിട്ടാറില്ല. ചിലർക്ക് മാത്രം കിട്ടും, ചിലർക്ക് കിട്ടുകയില്ല. ഇങ്ങനെ വരുമ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയ 8 പണത്തിൽ നിന്ന് അന്ന് ജോലി ലഭിക്കാതിരുന്ന സഹപ്രവർത്തകന് അദ്ദേഹം 2 പണം കൊടുക്കുക പതിവാണ്.
ഇത് അദ്ദേഹം തികച്ചും സൗജന്യമായി ദാനമായി കൊടുക്കുന്നതാണ്, അല്ലാതെ അദ്ദേഹം കടം കൊടുക്കുന്നതല്ല. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ കൊല്ലൂർ കൃഷ്ണപിള്ളയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചട്ടമ്പി സ്വാമി അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നമ്മുടെ പട്ടിണിയും അവരുടെ പട്ടിണിയും ഒരുപോലെ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതിൽ നിന്ന് ഏട്ടൻ എന്നെ തടയുന്നത്? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് കാല് തൊട്ട് നമസ്കരിക്കും. ഇത്രയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ കൊല്ലൂർ കൃഷ്ണപിള്ളയുടെ ഇഷ്ടക്കേട് മാറും. നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, എത്ര ദാരിദ്ര്യമുള്ള കുടുംബത്ത് ജീവിച്ചിട്ടും ചട്ടമ്പി സ്വാമികൾ പണത്തിനോട് അമിതമായ ആസക്തിയോ ആർത്തിയോ ഒന്നും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തന്നെപ്പോലെ തന്നെ തൻ്റെ സഹപ്രവർത്തകന്റെ ദുഃഖവും തൻ്റെ ദുഃഖം പോലെ തന്നെയാണ് തൻ്റെ സഹപ്രവർത്തകന്റെ ദുഃഖവും എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുതന്നെയാണ് അദ്ദേഹത്തെ സന്യാസത്തിലേക്ക് നയിച്ചത്. ഒരു തികഞ്ഞ സന്യാസി ശ്രേഷ്ഠനായി ജീവിതകാലം മുഴുവനും ആ സന്യാസ വൃത്തിയിലൂടെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഈ സന്മനസ് തന്നെയാണ്. തനിക്ക് കിട്ടുന്ന പണമെല്ലാം ചട്ടമ്പി അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് പതിവ്. വീട്ടിൽ അമ്മയും സഹോദരങ്ങളും ഉണ്ട്. ഇങ്ങനെ ഭൂതപ്പാണ്ടിയിൽ കൊല്ലൂർ കൃഷ്ണപിള്ളയുടെ കൂടെ, പിന്നീട് രജിസ്ട്രേഷൻ ഇൻസ്പെക്ടറായിരുന്ന ഷൺമുഖം സുന്ദരപിള്ളയുടെ കൂടെ ഇങ്ങനെയെല്ലാം ജോലി ചെയ്തതിന് ശേഷം ചട്ടമ്പിക്ക് ഭൂതപ്പാണ്ടിയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കാരണം അവിടെ ഒരു ശക്തമായ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റ് ചട്ടമ്പി പിള്ളയ്ക്ക് അത്രയ്ക്ക് സുഖമായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് ഒരു അസ്വാസ്ഥ്യം, ഈ കാറ്റ് അടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പതുക്കെ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് കടുത്ത ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാനായിരുന്ന സർ ടി മാധവരായർ സർക്കാരിൻ്റെ എല്ലാ കണക്കുകൾക്കും കൃത്യമായി രേഖ വെച്ച് അതെല്ലാം എഴുതി തിട്ടപ്പെടുത്തി വെക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായത്. അദ്ദേഹം അതിനുവേണ്ടി അന്നത്തെ തിരുവിതാംകൂറിലുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കുറെ പേരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവർക്കെല്ലാം ഓരോ കണക്ക് ചെയ്യുവാനായിട്ട് കൊടുത്തു. അത് ഇന്നത്തെ പോലെയല്ല. അദ്ദേഹം ഒരു മത്സര പരീക്ഷയാണ് നടത്തിയിരുന്നത്. പക്ഷേ ഈ കണക്കുകളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത് പിറ്റേന്ന് ഉത്തരവുമായി തന്നെ വന്ന് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ തന്നെ വെച്ച് ഒരു പരീക്ഷ നടത്തുകയല്ല അദ്ദേഹം ചെയ്തത്. ഉദ്യോഗാർത്ഥികൾ അദ്ദേഹം കൊടുത്ത, സർ ടി മാധവരായർ കൊടുത്ത കണക്കുമായി താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി അവിടെ വെച്ച് ആ കണക്ക് ചെയ്ത് പിറ്റേന്ന് അദ്ദേഹത്തെ ഉത്തരം കൊണ്ടെന്ന് കാണിച്ചു. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ശരിയായ കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ആരെയും തിരഞ്ഞെടുക്കാൻ, ആരാണ് ഏറ്റവും സാമർഥ്യമുള്ളയാൾ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ചോദ്യം കൊടുക്കുന്ന രീതി കുറച്ച് ദിവസങ്ങൾ തുടർന്നു. ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം കൊണ്ടുവരിക പതിവായി. ഇങ്ങനെയായപ്പോൾ ദിവാന് അല്പം സംശയം തോന്നി. അദ്ദേഹം ഉദ്യോഗാർത്ഥികളിൽ ചിലരെ വിളിച്ച് നല്ല രീതിയിലും ചീത്ത രീതിയിലും ഭീഷണിപ്പെടുത്തിയും എല്ലാം ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ചട്ടമ്പി കുഞ്ഞൻപിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഈ കണക്കുകൾക്കെല്ലാം ഉത്തരം ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന്. ഉടനെ കുഞ്ഞൻപിള്ള ചട്ടമ്പിയെ വിളിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ വിളിച്ചപ്പോൾ കുഞ്ഞൻപിള്ളയെ അദ്ദേഹത്തിന്റെ മുൻപിൽ ഹാജരായി. ഇങ്ങനെ ഹാജരായ കുഞ്ഞൻപിള്ളയോട് താൻ തരുന്ന ഏത് കണക്കും നിനക്ക് ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ശ്രമിച്ചു നോക്കാം എന്നായിരുന്നു കുഞ്ഞൻപിള്ളയുടെ
മറുപടി. അദ്ദേഹം ശ്രമിച്ചു നോക്കി, കൃത്യമായ ഉത്തരവും കൊടുത്തു. സർ ടി മാധവരായർക്ക് വലിയ സന്തോഷമായി. തിരുവിതാംകൂറിൽ ഹജൂർ കച്ചേരിയിൽ കണക്കെഴുത്തു പിള്ളയായി അല്ലെങ്കിൽ അക്കൗണ്ടന്റായിട്ട് അദ്ദേഹം കുഞ്ഞനെ നിയമിച്ചു. ഒരു തഹസിൽദാരുടെ കീഴിലായിരുന്നു കുഞ്ഞന് ജോലി ചെയ്യേണ്ടിയിരുന്നത്. ഈ തഹസിൽദാരുടെ പേര് ത്രിവിക്രമൻ തമ്പി എന്നാണ്. ഒരു മാസം അങ്ങനെ ജോലി ചെയ്തപ്പോഴേക്കും, ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ സർ ടി മാധവരായർ കുഞ്ഞിനുള്ള ശമ്പളവുമായി വന്നു. 4 രൂപ ശമ്പളമാണ് കുഞ്ഞൻ പിള്ളയോട് ദിവാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു മാസം തികഞ്ഞപ്പോൾ ദിവാൻ 4 രൂപയ്ക്ക് പകരം 10 രൂപ കൊണ്ടുവന്ന് കുഞ്ഞൻ പിള്ളയെ ഏൽപ്പിച്ചു. പക്ഷേ തനിക്ക് അന്ന് പറഞ്ഞുറപ്പിച്ച 4 രൂപ മാത്രം മതി. തനിക്ക് 10 രൂപ ആവശ്യമില്ല. ബാക്കിയുള്ള 6 രൂപ കുഞ്ഞൻ പിള്ള ചട്ടമ്പി ദിവാനെ തിരിച്ച് ഏൽപ്പിക്കുകയുണ്ടായി. ദിവാൻ ഒത്തിരിയേറെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം ആ പണം വാങ്ങിയില്ല. ഇങ്ങനെ കുറച്ചു നാളുകൾ കഴിയവേ ത്രിവിക്രമൻ തമ്പി എന്ന തഹസീൽദാർ വളരെ ക്രൂരനും വളരെ കർശനക്കാരനും ആയിരുന്നതുകൊണ്ട് ചട്ടമ്പി പിള്ളയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരാഴ്ചത്തെ അവധി വേണമായിരുന്നു. പക്ഷേ ത്രിവിക്രമൻ തമ്പി എന്ന തഹസീൽദാർ ഈ അവധി അനുവദിച്ചു കൊടുത്തില്ല. മാത്രവുമല്ല, താൻ നാളെ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. ഇതിന് ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇനി വരുമ്പോൾ അങ്ങേക്ക് എന്നെ കാണാം. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ജോലി അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി. നമ്മൾ ഈ ഇന്ന് ചർച്ച ചെയ്ത ഈ ഭാഗമാണ് ചട്ടമ്പി സ്വാമികൾ ഉപജീവനത്തിന് വേണ്ടി ചെയ്ത ജോലികൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടെത്തിയത് ചട്ടമ്പി സ്വാമികൾ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറ്റിക്കാടുകളിൽ പോയി അവിടെ നിന്ന് പൂക്കൾ പറിച്ച് മാല കെട്ടുമായിരുന്നു. ഇത് കൊണ്ടുപോയി കൊല്ലൂർ ക്ഷേത്രത്തിൽ കൊടുത്തിരുന്നു. കൊല്ലൂർ മഠത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം താളും തകരയും ചീരയും പറിച്ചു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഇത് കൂടാതെ അദ്ദേഹം കുറെ നാൾ കൂലിപ്പണിക്കാരനായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2 ആളുകളുടെ കീഴിൽ അദ്ദേഹം ആധാരമെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ആധാരമെഴുത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരനായ കൊല്ലൂർ കൃഷ്ണപിള്ള, രണ്ടാമത്തെയാൾ ഷൺമുഖം സുന്ദരപിള്ള. ഇങ്ങനെ ഇവരെ 2 പേരുടെയും കീഴിൽ അദ്ദേഹം ആധാരമെഴുത്ത് എന്ന ജോലി ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് തിരുവിതാംകൂർ ദിവാൻ നൽകിയ ജോലി അദ്ദേഹം സ്വീകരിച്ചത്. തിരുവിതാംകൂറിലെ കണക്കെഴുത്ത് പിള്ളയായി അദ്ദേഹം കുറച്ചു നാള് ജോലി ചെയ്തു. പിന്നീട് ത്രിവിക്രമൻ തമ്പിയുമായി വഴക്കിട്ട് അദ്ദേഹം ആ ജോലിയിൽ നിന്നും വിരമിച്ചു പോയി. ഈ ഒരു ഭാഗം അതിൻ്റെ ആമുഖം, ഉപസംഹാരം എന്നിവയോടുകൂടി എഴുതിയാൽ നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി. ചട്ടമ്പി സ്വാമികൾ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി കണ്ടെത്തിയിരുന്ന തൊഴിലുകൾ എന്തെല്ലാം? ആമുഖമായിട്ട് നമുക്ക് എഴുതാവുന്നത് ചട്ടമ്പി സ്വാമികൾ കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ ഒരാളായിരുന്നു. അച്ഛൻ വാസുദേവ ശർമ്മയും അമ്മ നങ്കാദേവിയുമാണ്. ചെറുപ്പത്തിലെ വലിയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം ഉപജീവനത്തിന് വേണ്ടി വളരെയേറെ തൊഴിലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്രയും ആമുഖം എഴുതിയിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലികൾ, കൂലിപ്പണിക്കാരനായിട്ടും ആധാരം എഴുതിയിട്ടും ഹജൂർ കച്ചേരിയിലെ കണക്കെഴുത്ത് പിള്ളയായിട്ടും അദ്ദേഹം ചെയ്ത ജോലിയെക്കുറിച്ച് വിവരിച്ചെഴുതണം. ഇതിനുശേഷം ഉപസംഹാരം. തനിക്ക് എത്രത്തോളം ദാരിദ്ര്യമുണ്ടായിരുന്നിട്ടും തൻ്റെ സഹജീവികളുടെ ദാരിദ്ര്യം ചട്ടമ്പി സ്വാമിയെ വേദനിപ്പിച്ചു.
തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, തനിക്ക് ദിവസേന കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു അംശം അന്ന് തൊഴിലില്ലാതിരുന്ന തൻ്റെ സഹപ്രവർത്തകന് കൊടുക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചിരുന്നു. ദാരിദ്ര്യം ഒരു മനുഷ്യന് നന്മ ചെയ്യാം, ദാരിദ്ര്യത്തിലും ഒരു മനുഷ്യന് നന്മ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചട്ടമ്പിസ്വാമിയുടെ ജീവിതം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ കഴിഞ്ഞു. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജ്ഞാനപ്രജാകരം എന്നാൽ എന്ത്? വിവരിക്കുക. ചട്ടമ്പിസ്വാമികൾ ഹജൂർ കച്ചേരിയിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ലാതെ അലഞ്ഞ് തിരിയേണ്ടി വന്നു. ഉപജീവനത്തിന് വേറെ മാർഗവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിലത്തെഴുത്ത് ആശാനായ ശ്രീ തിരുമധുരപ്പേട്ട രാമൻപിള്ള ജ്ഞാനപ്രജാകരം എന്ന് പറയുന്ന എന്ന പേരിലുള്ള ഒരു സമാജം അല്ലെങ്കിൽ ക്ലബ്ബ് തുടങ്ങിയത്. ജ്ഞാനപ്രജാകരം എന്ന സമാജത്തിൽ വിദ്യാസമ്പന്നരും വിദ്യ ആഗ്രഹിക്കുന്നവരുമായ കുറച്ച് യുവാക്കൾ വന്നു ചേർന്നു. ചട്ടമ്പിയും അവിടെ ചേർന്നു. കാരണം തൊഴിലില്ലാതിരുന്ന ചട്ടമ്പിക്ക് ഇതൊരു ആശ്വാസമായി. അദ്ദേഹം അവിടെ വേദാന്തം, യോഗ, സംഗീത പാഠം ഇതെല്ലാം അഭ്യസിച്ച് കൂടെ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങളോടൊപ്പം വേദാന്തവും സംഗീത പാഠങ്ങളും യോഗയും എല്ലാം അഭ്യസിച്ച് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അയ്യാവു സ്വാമി എന്ന് പറയുന്ന ഒരു മാന്യനുമായി അദ്ദേഹം പരിചയപ്പെടാൻ ഇടയായത്. അയ്യാവു സ്വാമി ജ്ഞാനപ്രജാകരത്തിൽ വരുമായിരുന്നു. അദ്ദേഹം അവിടുത്തെ റെസിഡൻസി മാനേജരും മാന്യനുമായിരുന്നു. അയ്യാവു സ്വാമി അവിടെ വേദാന്ത പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു. കൂടാതെ അയ്യാവു സ്വാമിക്ക് ഹഠയോഗയും അറിയാമായിരുന്നു. വേദാന്തം എന്നതിൻ്റെ ശരിയായ അർത്ഥം ഇതാണ്: വേദത്തിലെ ജ്ഞാനകാന്ഡം. കാണ്ഡം എന്നതിൻ്റെ അർത്ഥം അധ്യായം എന്നൊക്കെ പറയാം. ജ്ഞാനകാന്ഡം എന്ന വേദത്തിലെ ഒരു ഭാഗത്തിന് ഭാരതീയരായ ചിന്തകന്മാർ നൽകിയിട്ടുള്ള തത്വചിന്തകളാണ്, അല്ലെങ്കിൽ ഭാരതീയ തത്വശാസ്ത്രമാണ് വേദാന്തം. വേദാന്തം വേദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം എന്ന ഭാഗത്തിൽ നിന്ന് പല ശ്രേഷ്ഠരായ വ്യക്തികളും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അതാണ് വേദാന്തം. വേദാന്തത്തിൽ പ്രധാനമായും 3 പുസ്തകങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉപനിഷത്തുക്കൾ, 2 ബ്രഹ്മസൂത്രം, മൂന്നാമത്തേത് ഭഗവത്ഗീത. ഈ 3 പുസ്തകങ്ങളും വായിച്ച് അതിലെ ശ്ലോകങ്ങളുടെ അർത്ഥം വിവരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല പണ്ഡിതന്മാരും പല രീതിയിൽ ഇവ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വേദത്തിലെ ജ്ഞാനകാന്ഡം അതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള തത്വചിന്തയാണ് വേദാന്തം. ഇതിൽ 3 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്: ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത. ഇങ്ങനെ വേദാന്തം കേൾക്കാൻ ചട്ടമ്പിസ്വാമികൾക്ക് വലിയ താല്പര്യമായിരുന്നു. ഇത് അദ്ദേഹത്തെ അയ്യാവു സ്വാമിയുമായി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ചട്ടമ്പിസ്വാമികളെ പോലെ അയ്യാവു സ്വാമിയും ഒരു ഷൺമുഖ ഉപാസകനായിരുന്നു. യോഗയുടെ ഒരു ശാഖയാണ് ഹഠയോഗ.
ഇതിൽ ആസനങ്ങളെ കുറിച്ച് വിവരിക്കുന്നില്ല. ഇത് ഒരു മനുഷ്യന്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ശരീരം സ്വസ്ഥമാണെങ്കിൽ മനസ്സും സ്വസ്ഥമായിരിക്കും. അപ്പോൾ ശരീരത്തെ എങ്ങനെ സ്വസ്ഥമാക്കാം എന്നതിനെ കുറിച്ചാണ് ഹഠയോഗയിൽ പറയുന്നത്. ധാരാളം പ്രാവശ്യം യോഗാഭ്യാസം ചെയ്യുന്നത് വഴി ശരീരത്തിന് ആവശ്യമുള്ള ചലനാത്മകത, ശരീരത്തെ ഏത് രീതിയിൽ വളയ്ക്കാനും തിരിക്കാനും ഉള്ള ആ ഒരു കഴിവ്, ഇങ്ങനെ ഹഠയോഗ പഠിക്കുന്നവർക്ക് ഇത് എളുപ്പത്തിൽ സാധിക്കാൻ പറ്റും. പത്മാസനത്തിൽ ഇരിക്കുന്നത് യോഗയിലെ ഒരു രീതിയാണ്. പത്മാസനത്തിൽ ഇരിക്കുന്ന ആൾ വലത് പാദം ഇടതു തുടയിലും ഇടതു പാദം വലത് തുടയിലേക്കും കയറ്റിവെക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും തുടകളുടെ വണ്ണം ഇങ്ങനെ ചെയ്യാൻ സാധാരണ മനുഷ്യന് സാധിക്കാതെ വരുന്നു. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ആ ഒരു വണ്ണം കുറയ്ക്കുക അത്യാവശ്യമാണ് യോഗ പഠിക്കുമ്പോൾ. ഇതിനു വേണ്ടി പല അന്നജം അടങ്ങിയ ആഹാരങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ശരീരത്തെ വ്യായാമത്തിന് യോഗ ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഹഠയോഗ. ഹഠയോഗയിൽ ആസനങ്ങളെ കുറിച്ചൊന്നും വിവരിക്കുന്നില്ല. ഇങ്ങനെ ജ്ഞാനപ്രചാരത്തിൽ ചേർന്ന ചട്ടമ്പി സ്വാമികൾ അയ്യാവു സ്വാമിയുമായി ഒരു അടുപ്പമുണ്ടാക്കി അയ്യാവു സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് യോഗ അഭ്യസിക്കുകയും എല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. പിന്നീട് അയ്യാവു സ്വാമിയുമായി അദ്ദേഹം അകലുന്നുമുണ്ട്. അത് ഇനി വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് നോക്കാം. അങ്ങനെ അയ്യാവു സ്വാമിയുമായിട്ട് ഒരു നല്ല ബന്ധം ചട്ടമ്പി സ്വാമികൾ ഉണ്ടാക്കിയെടുത്തു. അതുകൂടാതെ അദ്ദേഹത്തിന് തമിഴ് പഠിക്കണം എന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. തമിഴിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തമിഴിലുള്ള അറിവ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം തമിഴ് പഠിക്കാൻ ആരംഭിച്ചു. തമിഴിലെ ചില പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വാമിനാഥ ദേശികർ എന്ന് പറയുന്ന കോളേജ് അധ്യാപകനും സംസ്കൃത ഭാഷാ പണ്ഡിതനുമായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തെ പോയി കണ്ടു. തനിക്ക് കുറച്ച് തമിഴ് പഠിപ്പിച്ചു തരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. നല്ല മനസ്സുള്ള സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് ഭാഷ പഠിപ്പിച്ചു. ജ്ഞാനപ്രചാരം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ജ്ഞാനപ്രചാരം ഒരു സമാജമാണ്. ചട്ടമ്പി സ്വാമികളുടെ നിലത്തെഴുത്താശാനായ ശ്രീ തിരുമധുരപ്പേട്ട രാമൻപിള്ളയാണ് ഇത് തുടങ്ങിയത്. ജ്ഞാനപ്രചാരത്തിൽ ചട്ടമ്പി സ്വാമികളെ പോലെ വിജ്ഞാനദാഹികളായ പല ചെറുപ്പക്കാരും വന്ന് ചേരുകയുണ്ടായി. അവിടെ സംഗീതം, യോഗ, വേദാന്തം തുടങ്ങിയവയുടെ പഠനം ഉണ്ടായിരുന്നു. തുടങ്ങിയവ അവിടെ പഠിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ വേദാന്തം പഠിപ്പിക്കാൻ വന്ന അയ്യാവു സ്വാമിയുമായി ചട്ടമ്പി സ്വാമികൾ ഒരു നല്ല ബന്ധം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ജ്ഞാനപ്രചാരം വിദ്യാസമ്പന്നരായ ആളുകൾക്കും ചട്ടമ്പി സ്വാമികൾക്കും ഒരു അത്താണിയായി മാറി എന്ന് പറയുന്നത് കൂടുതൽ ശരിയായിരിക്കും. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. അയ്യാവു സ്വാമിയുമായുള്ള പരിചയം വന്നതെങ്ങനെ? നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഭാഗങ്ങൾ ചേർത്തെഴുതിയാൽ മതിയാകും. അയ്യാവു സ്വാമി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു മാന്യനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം
അവിടുത്തെ റെസിഡൻസി മാനേജരായിരുന്നു. അദ്ദേഹത്തിന് വേദാന്തവും ഹഠയോഗയും നല്ലതുപോലെ അറിയാമായിരുന്നു. അദ്ദേഹം ഒരു ഷൺമുഖ ഉപാസകനായിരുന്നു. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹവുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. പലപ്പോഴും ചട്ടമ്പി സ്വാമികൾ അയ്യാവു സ്വാമിയുടെ വീട്ടിൽ പോയി ഹഠയോഗ പഠിക്കുന്ന പതിവ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അയ്യാവുമായിട്ടുള്ള ഈ ഒരു ബന്ധം പിന്നീട് ചട്ടമ്പി സ്വാമികൾ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സുബ്ബ ജഡാപാടികളുമായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ ബന്ധം എന്താണ്? ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ അയ്യാവു സ്വാമിയുമായി വളരെ നല്ല ബന്ധത്തിൽ ഇരിക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിന് തമിഴ് പഠിക്കണം എന്ന് വലിയ താല്പര്യം തോന്നിയ ഒരു സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു തമിഴ് ഭാഷാ പണ്ഡിതനും കോളേജ് അധ്യാപകനുമായ സ്വാമിനാഥ ദേശികരെ അദ്ദേഹം പോയി കണ്ടു. സ്വാമിനാഥ ദേശികർ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ചട്ടമ്പി സ്വാമികൾ തമിഴ് ഭാഷ പഠിച്ചു. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നവരാത്രി ആഗതമായി. നവരാത്രിക്ക് തിരുവനന്തപുരത്ത് പണ്ടുണ്ടായിരുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്വൽ സദസ്സായിരുന്നു. ഇന്ന് കാലത്ത് നവരാത്രി വരുമ്പോൾ നവരാത്രി മണ്ഡപങ്ങളിൽ പാട്ടോ നൃത്തമോ വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീത സമന്വയമോ ഇവയൊക്കെയാണ് നടക്കുന്നത്. കുട്ടികളുടെ അരങ്ങേറ്റം, പല കലാകാരന്മാരുടെയും കലാപ്രകടനങ്ങൾ, ഇതെല്ലാം ഇന്ന് കാലത്ത് നടക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇതിനെല്ലാം പകരം ഈ കലാരൂപങ്ങളുടെ അരങ്ങേറ്റവും മറ്റും നടക്കുന്നതിന് പകരം വിദ്വാൻമാരുടെ ഒരു സദസ്സ് കൂടിയിരുന്നു. അവിടെ ധാരാളം ആളുകൾ അതിൽ സംബന്ധിച്ചിരുന്നു. ഒത്തിരി ചോദ്യങ്ങൾ വിദ്വാൻമാരോട് ചോദിക്കും, അവരതിനുള്ള മറുപടി പറയും. അങ്ങനെ തിരുവനന്തപുരത്ത് നവരാത്രി കാലത്ത് വിദ്വൽ സംഗമം ഉണ്ടായപ്പോൾ സുബ്ബ ജഡാപാടി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുമായിട്ട് ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടി. സുബ്ബ ജഡാപാടികളെ പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞനെ തമിഴ് ഭാഷ പഠിക്കാൻ സഹായിച്ച സ്വാമിനാഥ ദേശികർ. സ്വാമിനാഥ ദേശികർക്ക് സുബ്ബ ജഡാപാടിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം സുബ്ബ ജഡാപാടിയുമായി കുഞ്ഞൻ പിള്ളയെ ചേർത്തു. അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. സുബ്ബ ജഡാപാടി കുഞ്ഞനെ പ്രത്യേകം നിരീക്ഷിക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ വിനയം, ബഹുമാനം, അറിവ് തുടങ്ങിയ നല്ല ഗുണങ്ങൾ സുബ്ബ ജഡാപാടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഒരു ദിവസം കുഞ്ഞൻ പിള്ള ചട്ടമ്പിയോട് ചോദിച്ചു, എൻ്റെ നാട്ടിലേക്ക് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇത് കേട്ടതും ചട്ടമ്പിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സുബ്ബ ജഡാപാടിയുടെ കൂടെ കുഞ്ഞൻ പിള്ള ചട്ടമ്പി ജഡാപാടിയുടെ നാട്ടിലേക്ക് പോയി. അവിടെ 4 വർഷം നിന്നു, പഠിച്ചു. അവിടെ വെച്ച് വേദാന്തം കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു, സംഗീതം പഠിക്കാൻ സാധിച്ചു, സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. സുബ്ബ ജഡാപാടികളുടെ അടുത്ത് നിന്ന് 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പോന്നു. ജഡാപാടികളുടെ മഠത്തിനടുത്തായി ഒരു മുനീശ്വരൻ യോഗനിഷ്ഠയിൽ കഴിഞ്ഞിരുന്നു. പേജ് നമ്പർ 26. അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ ആർജിക്കുവാൻ കുഞ്ഞൻ പിള്ളയ്ക്ക് സാധിച്ചു. തമിഴ് ശൈലിയിലുള്ള യോഗമുറകൾ കുഞ്ഞൻ പിള്ള അഭ്യസിച്ചത് ആ മഹായോഗിയിൽ നിന്നായിരുന്നു. ജഡാപാടികളുടെ വസതിയിൽ താമസിക്കുമ്പോഴാണ്
പല സംഗീത ഉപകരണങ്ങളിലും കുഞ്ഞൻപിള്ള പ്രാവീണ്യം നേടിയത്. കുഞ്ഞൻപിള്ളയുടെ പ്രതിഭയെ തേച്ചു മിനുക്കി എടുക്കുന്നതിൽ ഈ കാലഘട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മുനിസമാനായ ജടാപാടികൾ തൻ്റെ വിജ്ഞാന ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന സിദ്ധികളും ജ്ഞാനവും ശിഷ്യന് പകർന്നു നൽകി. ഇത് കുഞ്ഞൻപിള്ള എന്ന ചട്ടമ്പിസ്വാമികളുടെ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി. ഇങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം സുബ്ബ ജടാപാടികളുമായി യാത്ര പറഞ്ഞ് കുഞ്ഞൻപിള്ള ചട്ടമ്പി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഇങ്ങനെ മടങ്ങുമ്പോൾ അദ്ദേഹം മടങ്ങി വരുന്ന വഴിക്ക് അദ്ദേഹം പുലയടിയന്തിരം കഴിഞ്ഞ ഒരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് വന്ന ആളുകൾ കഴിച്ച ഉച്ഛിഷ്ടമുള്ള ഇലകൾ പുറത്തേക്ക് തള്ളിയിടുന്നത്, പുറത്ത് ഒരിടത്ത് കൂട്ടിയിടുന്നത് അദ്ദേഹം കണ്ടു. ഈ കൂട്ടിയിട്ട ഇലകളിൽ നിന്ന് ബാക്കി വന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വൃദ്ധനും കുറെ നായ്ക്കളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. വൃദ്ധന് നായ്ക്കളോട് വലിയ അലിവുണ്ട്. വൃദ്ധൻ തൻ്റെ കയ്യിൽ ഭക്ഷണമെടുത്ത് നായ്ക്കളെ ഊട്ടുന്നുണ്ട്. വൃദ്ധന് വിശപ്പുള്ളതിനാൽ നായ്ക്കളും വൃദ്ധനും ഒരേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ആഹാരം കഴിക്കുന്നത്. ഇത്രയൊക്കെ കണ്ടപ്പോൾ ചട്ടമ്പിസ്വാമികൾക്ക് തോന്നി, താൻ ഇതുവരെയും കുറേ സന്യാസികളെ കണ്ടിട്ടുണ്ട്, അതുപോലെ എന്തോ ദിവ്യമായ ഒന്ന് ഈ സന്യാസിയിലും താൻ കാണുന്നു. അതുകൊണ്ട് ഈ സന്യാസിയുടെ വിവരമറിയാൻ, ഈ സന്യാസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ തന്നെ ഒരാൾ തുറിച്ചു നോക്കുന്നത് കണ്ട സന്യാസി പെട്ടെന്നും അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി. കുഞ്ഞൻപിള്ള ചട്ടമ്പി അദ്ദേഹത്തിന്റെ പുറകെ ചെന്നു. ഇവിടെ നിന്ന് നമ്മൾക്ക് വരാവുന്നൊരു ചോദ്യം, ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന് വെറും കരസ്പർശത്തിലൂടെ ആധ്യാത്മികമായ അനുഭവ ബോധ്യം വരുത്തിയതുപോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്, വിവേകത്തിന്റെ സൂര്യോദയം. അങ്ങനെ ചട്ടമ്പിസ്വാമികൾ ആ വൃദ്ധനെ അനുഗമിച്ചു. അദ്ദേഹം കുറെ ദൂരം നടന്നു, പിന്നീട് കുറെ ദൂരം അദ്ദേഹം ഓടി. അദ്ദേഹത്തെ പിന്തുടർന്ന ചട്ടമ്പി മോഹാലസ്യപ്പെട്ട് വീണു. എന്നാൽ യാചകന് യാതൊരു വ്യത്യാസവും കണ്ടില്ല. ചട്ടമ്പിസ്വാമികൾക്ക് ഓർമ്മ വരുമ്പോൾ അദ്ദേഹം ആ യാചകന്റെ മടിയിൽ കിടക്കുകയാണ്. യാചകൻ വളരെ സൗമ്യതയോടുകൂടി ചട്ടമ്പിസ്വാമികളുടെ തലമുടിയിൽ വിരലോടിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന് വെറും കരസ്പർശത്തിലൂടെ ആധ്യാത്മികമായ അനുഭവബോധ്യം വരുത്തിയതുപോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത്, വിവേകത്തിന്റെ സൂര്യോദയം. അഭൗമമായ തേജസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ എണീറ്റത്. ആ യാചകൻ പ്രണവമന്ത്രം ചൊല്ലി ചട്ടമ്പിസ്വാമികളെ ഉണർത്തി. നമ്മുടെ ഇന്നത്തെ പാഠം 2 വിദ്യാഭ്യാസവും ജീവിതവൃത്തിയും എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.